തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഭരണത്തുടർച്ചയ്ക്ക് ശ്രമിക്കുന്ന CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയിലെ ഒരു സെലിബ്രിറ്റി മുഖമാണ് MR യതീന്ദ്രൻ. മുൻ ആഭ്യന്തരമന്ത്രി, അതോടൊപ്പം തന്നെ CPMന്റെ പ്രബല നേതാവും ഒക്കെയായിരുന്ന TK രാമകൃഷ്ണൻ്റെ മകൻ. ആദ്യമായിട്ടുള്ളൊരു നിയോഗമാണല്ലേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ? അതെ, ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലെ ഒരു കന്നി നിയോഗമാണ്. പക്ഷേ രാഷ്ട്രീയം ആദ്യമായിട്ടല്ല. കുട്ടിക്കാലം തൊട്ട് തന്നെ, സ്കൂൾ പഠിച്ചിരുന്ന കാലത്ത് തന്നെ SFIയിലൂടെയും സ്കൂൾ, കോളേജ്, അതിനുശേഷം എഞ്ചിനീയറിംഗ് കോളേജിലായി ഈ 3 മേഖലകളിലെല്ലാം SFIയുടെ സജീവമായിട്ടുള്ള ഒരു പ്രവർത്തകനായും ഭാരവാഹിയായും രംഗത്തുണ്ടായിരുന്നു. ഇപ്പോൾ പാർട്ടി ആവശ്യപ്പെടുകയായിരുന്നു അല്ലേ? അതെ, പാർട്ടിയുടെ ഒരു തീരുമാനം 100% സന്തോഷത്തോടുകൂടിയും സംതൃപ്തിയോടുകൂടിയും സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു ഉത്തമമായിട്ടുള്ള ഇടതുപക്ഷ പാർട്ടി പ്രവർത്തകനോ അല്ലെങ്കിൽ പാർട്ടി വിശ്വാസിയുടെ ഒരു കടമ. അച്ഛൻ്റെ ഓർമ്മകൾ എങ്ങനെയാണ്? തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ മത്സരാർത്ഥിയായി വരികയാണല്ലോ, അപ്പോൾ ആളുകളുടെ റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? അച്ഛൻ്റെ ഓർമ്മകളെന്ന് പറഞ്ഞാൽ ഒട്ടനവധി കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു വരും. കാര്യം അച്ഛൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ രംഗത്ത് ഏതാണ്ട് ഒരു 50 വർഷത്തോളം നിറഞ്ഞു നിന്ന വ്യക്തിയാണ്. ഞാൻ ഓർക്കുന്നത്, ഞാനൊരു ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ തൊട്ടടുത്തുള്ള പോസ്റ്റ് ഒട്ടിക്കാനും ചുവരെഴുത്തിനുമൊക്കെ രാത്രി ഇതിൻ്റെ കൂടെയൊക്കെ പോകാനും വളരെ കൗതുകപൂർവ്വം അന്നോട്ട് തന്നെ ഞങ്ങളെല്ലാവരും രംഗത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾ മക്കളും ഞങ്ങളുടെ ഫ്രണ്ട്സും സുഹൃത്തുക്കളെല്ലാം. തീർച്ചയായിട്ടും ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ ആവണം. പിന്നീട് അത് കണ്ടിട്ടാണ് ഞങ്ങളെല്ലാം വളർന്നത്. ഇപ്പോൾ സ്ഥാനാർത്ഥിയെ വരുന്ന ഘട്ടത്തിൽ അന്ന് അച്ഛനോടുള്ള താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ. അവരൊക്കെ ആരെങ്കിലും വിളിച്ചിരുന്നോ? അല്ലെങ്കിൽ നേതാക്കൾ ആരെങ്കിലും CPMൻ്റെ വിളിച്ചിരുന്നോ? പലരും വിളിച്ചിരുന്നു. പലരും ഞാൻ അങ്ങോട്ടും ബന്ധപ്പെട്ട് ഇത്ര ഒരു തീരുമാനം ഔദ്യോഗികമായിട്ട് ഇന്നലെയാണ് ഈ തീരുമാനം അനൗൺസ് ചെയ്തത്. അപ്പോൾ വളരെ സന്തോഷത്തോടെയാണ് എല്ലാവരും പ്രതികരിച്ചത്. മാത്തൂർ ഈസ്റ്റാണ്. മാത്തൂർ ഈസ്റ്റ് ഡിവിഷൻ 8ാം ഡിവിഷനാണ് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ. തികഞ്ഞ ആത്മവിശ്വാസമാണ്. 100% വിജയം ഉറപ്പാണ്. കുടുംബ രാഷ്ട്രീയം എന്നൊക്കെയുള്ള ചില എതിരാളികളുടെ അങ്ങനെയൊക്കെ ആരോപണങ്ങൾ വന്നാൽ എന്താണ് മറുപടി? അച്ഛൻ ജീവിച്ചിരുന്നപ്പോൾ ഒരിക്കൽ പോലും മക്കളെയോ അല്ലെങ്കിൽ ബന്ധുക്കളെയോ ഇതിൽ പ്രൊജക്റ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ട് യാതൊരു രീതിയിലും ശ്രമിച്ചിട്ടില്ല. കൊച്ചിൻ റിഫൈനറിയിൽ ഞാൻ എഞ്ചിനീയറായിട്ട് ജോയിൻ ചെയ്ത് ഇപ്പോൾ ജനറൽ മാനേജർ റിട്ടയർ ചെയ്തില്ല. അപ്പോൾ അവിടെ വരുന്ന ഒരു കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമാണ്. ഒരു റെസ്പോൺസിബിൾ പൊസിഷൻ ആയതുകൊണ്ട് പരസ്യമായിട്ട് നമുക്ക് ഒരിക്കലും ഒരു രാഷ്ട്രീയ സംഘടനയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല. എന്ന് വെച്ച് ഓരോ ഇൻഡിവിജ്വലിനും തീർച്ചയായിട്ടും രാഷ്ട്രീയ വിശ്വാസം അവരുടെ മനസ്സിലുണ്ട്. അച്ഛൻ്റെ തട്ടകത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് വിചാരിക്കുന്നത്? തീർച്ചയായും. ഇപ്പോൾ ഏരൂരും അതുപോലെ ഈ തൃപ്പൂണിത്തുറ പ്രദേശങ്ങളെല്ലാം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വളരെ ശക്തിയായ വേരോട്ടമുള്ള മേഖലയാണ്. TKയുടെ മകൻ എന്ന് പറഞ്ഞാണ് എല്ലാ വീടുകളിലും പരിചയപ്പെടുത്തുന്നത് അല്ലേ? പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ അറിയാം. നമ്മൾ TKയുടെ മകനാണെന്ന് പറയുമ്പോൾ അവർക്ക് വളരെ സന്തോഷവും അഭിമാനമൊക്കെയാണ്. MR യതീന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുതിയ നിയോഗമാണ്. അച്ഛൻ്റെ സ്വീകാര്യത തനിക്കും ലഭിക്കുമെന്ന ആത്മവിശ്വാസത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് മുന്നോട്ട് നീങ്ങുകയാണ് MR യതീന്ദ്രൻ. ക്യാമറമാൻ ബിനു തോമസിനൊപ്പം S രാഗിൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.